ഹലോ ഹായ്, പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് 2 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ സെയിം നമുക്ക് വേറൊരു റെഡ് വെൽവെറ്റ് കേക്ക് 2 kg സൈസിൽ തന്നെ ചെയ്യാനുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്ത കേക്കാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ കേക്ക് 2 സ്കൂളിലേക്കുള്ള കേക്കായിരുന്നു. അപ്പോൾ കേക്കിൽ റെഡ് കളർ ആയതുകൊണ്ട് ക്രിസ്മസ് തീം ആകുമ്പോൾ മുകളിൽ ക്രംസ് ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസിയാണല്ലോ. അപ്പോൾ ഞാനിത് നൈറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം നൈറ്റിൽ തന്നെയാണ് 2 ഓർഡറും കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രംസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ഡിസൈന് ഞാൻ ക്രിസ്മസിന് മാച്ചായിട്ടുള്ള കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേലെ ടോപ്പ് റൈറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ 8 മണിക്കാണ് കേട്ടോ അവർക്ക് കേക്ക് വേണ്ടത്. രണ്ട് സ്കൂളിലായിരുന്നു. പക്ഷേ നേരത്തെ ഒന്ന് 8 മണിക്കും ഒന്ന് 8:30ക്കും ആയിരുന്നു കേക്ക് കൊണ്ടുവരുന്നായിരുന്നു. അപ്പോൾ കേക്ക് നമ്മൾ ഇങ്ങനെ ക്രംസൊക്കെ ഇട്ടിട്ട് തലേന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ടോപ്പേഴ്സും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ രാവിലെ വെച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്രിസ്മസിന് നമുക്ക് വേറെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആ കേക്ക് രണ്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. 1 kg കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇത് നമ്മളെ ഒരു ഫാമിലിക്കുള്ള കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് പിങ്ക് കളറിൽ കേക്ക് വേണം, പിന്നെ മുകളിൽ ഒരു റെയിൻബോ വേണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റെയിൻബോ ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൽ ചെയ്യാനായിരുന്നു. പിന്നെ ഫോണ്ടൻറ്റിൽ റേറ്റ് കൂടുതലാവും, പിന്നെ അത് കഴിക്കാൻ അങ്ങനെ എല്ലാവർക്കും അത് ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് പ്രിൻറ്റിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. മോളുടെ നെയിം റെയ്ഹ എന്നാണ്. അത് നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കണോണ്ട് യെല്ലോ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കൊടുക്കുമ്പോൾ എപ്പോഴും യെല്ലോ കളറിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. വൈറ്റ് കളറിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ കൊടുക്കുമ്പോൾ ഇത്ര ഫിനിഷിങ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ യെല്ലോ കളറിലുള്ളതിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡൻ ഡസ്റ്റും ഇവാപ്രെക്സും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെലിവറിയുടെ തൊട്ട് മുന്നേയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കേക്ക് ഇത് സെക്കൻഡ് ബർത്ത്ഡേക്കുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ടോപ്പർ 2 എന്നുള്ള ടോപ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആക്രിലിക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഷോപ്പിലില്ലായിരുന്നു. നമുക്ക് നമ്മളെ ക്യാൻഡിലുണ്ടല്ലോ നമ്പറിൽ, അപ്പോൾ അങ്ങനെ ക്യാൻഡിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോക്സ് ബോൾസും പിന്നെ 2 സൈഡിലായിട്ട് ഞാൻ ഓരോ ബട്ടർഫ്ലൈസും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളടുത്ത് കറക്റ്റ് ഇതേ മോഡൽ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഏകദേശം ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസമായിട്ട് ചെയ്യാണ്ടായിരുന്നത് ഈ ഒരു ടോൾ കേക്കാണ് കേട്ടോ. ഇത് 1 kg കേക്കാണ്, വൈറ്റ് ഫോറസ്റ്റ്. നമ്മൾ 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്രൈഡ് ടു ബി കേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് ടു ബി കേക്കിന് നോർമലി നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാവാറ്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട് ഒരു ബ്രൈഡ് ടു ബി കേക്ക് പറയണത്. അപ്പോൾ നമുക്ക് അവരുടെ ഡ്രസ്സിൻ്റെ ഒരു കളറ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ ഈ ഒരു 3 ഷെയ്ഡിൽ കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ടോളായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്ക്രൈപ്പർ യൂസ് ചെയ്താൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇനി ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് സൈഡിൽ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു സ്കെയിൽ വെച്ച് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിസൈനായിട്ട് കിട്ടും കേട്ടോ, വേവ് പോലെ കിട്ടും. പിന്നെ നമ്മൾ മുകളിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈസും കൂടി വെച്ച് പിന്നെ കുറച്ച് വൈറ്റ് 3 സൈസിലുള്ള ഷുഗർ ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്.